all നമ്മൾ ഇന്ന് പ്ലാസ്മോലൈസിസ് ആണ് പഠിക്കാൻ പോകുന്നത്. ലൈസിസ് എന്ന് വെച്ചാൽ എന്താണ്? സംതിങ് ഡിസ്ട്രക്ഷൻ. സോ ഇറ്റ് ഈസ് ദി shrinkage of protoplasm and vacuole and the detachment of plasma membrane from cell wall due to continuous exosmosis. എക്സോസ്മോസിസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു സെല്ലിനെ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ കൊണ്ട് പ്ലേസ് ചെയ്താൽ, അതായത് ഹൈ ഷുഗർ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഒരു ഹൈ സോൾട്ട് കോൺസെൻട്രേഷൻ ഉള്ള ഒരു മീഡിയത്തിൽ കൊണ്ടുപോയി നമ്മളൊരു സെല്ലിനെ ഇടുക. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സെല്ലിൻ്റെ ഉള്ളിലാണ് വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലുണ്ടാവാം ദാൻ ദീസ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷന്. നമ്മൾ പറയും കണ്ണിമാങ്ങനെ എടുത്തിട്ട് ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചാൽ ആ മാങ്ങൻ്റെ ഉള്ളിലാണ് വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലുണ്ടാവുക. എന്താണ് ആ ഉപ്പുവെള്ളത്തിൽ? എന്താണ് അവിടെ? ഓസ്മോട്ടിക് പൊട്ടൻഷ്യലാണ് കൂടുതലുള്ളത്. സോ ഒബ്വിയസ്ലി വാട്ടർ എന്ത് ചെയ്യും? മാങ്ങയിൽ നിന്ന് ആ ഒരു ഉപ്പുവെള്ളത്തിലോട്ടേക്ക് മൂവ് ചെയ്യും. ഓക്കെ, സോ വാട്ടർ വിൽ മൂവ് ഫ്രം ഹൈ വാട്ടർ പൊട്ടൻഷ്യൽ ടു ലോ വാട്ടർ പൊട്ടൻഷ്യൽ. സോ ആ സെല്ലിൻ്റെ ഉള്ളിലുള്ള വെള്ളം പുറത്തോട്ടേക്ക് മൂവ് ചെയ്യും. സോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിൻ്റെ പ്രോട്ടോപ്ലാസ്റ്റിലുള്ള വാട്ടർ പുറത്തോട്ടേക്ക് മൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും? പ്രോട്ടോപ്ലാസ്റ്റും അതുപോലെ വാക്യൂൾസും ഒക്കെ ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. ആൻഡ് പ്ലാസ്മ മെംബ്രെയിന് സെൽ വാളുമായിട്ട് ഇങ്ങനെ ഷ്രിങ്ക് ചെയ്യുമ്പം പ്ലാസ്മ മെംബ്രെയിനൊക്കെ ചുരുങ്ങി വരികയാണ്. അങ്ങനെ സെൽ വാളുമായിട്ട് ഡിറ്റാച്ച് ചെയ്യും. ഇതിനെയാണ് പ്ലാസ്മോലൈസിസ് എന്ന് പറയുന്നത്. When the cell is placed in a strong or hypertonic solution, അതായത് a solution with a solute concentration higher than that of the cell sap, water moves out of the cell by exosmosis. Continuous exosmosis results in the loss of turgor and causes the shrinkage of vacuoles. As a result, plasma membrane get detached from cell wall. The initial stage at which the plasma membrane start receding from the cell wall is called incipient plasmolysis. ഓക്കെ, ആ ഒരു സെൽ വാളിൽ നിന്ന് ഡിറ്റാച്ച് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ്, അതായത് നമ്മളുടെ പ്രോട്ടോപ്ലാസ്റ്റ് ഷ്രിങ്ക് ചെയ്ത് പ്ലാസ്മ മെംബ്രെയിൻ സെൽ വാളുമായിട്ട് ഡിറ്റാച്ച് ചെയ്യുന്ന ഇനീഷ്യൽ സ്റ്റേജിനെയാണ് ഇൻസിപ്പിയൻറ്റ് പ്ലാസ്മോലൈസിസ് എന്ന് പറയുന്നത്. ദ ഫൈനൽ സ്റ്റേജ് അറ്റ് വിച്ച് ദ പ്രോട്ടോപ്ലാസ്റ്റ് ഹാസ് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ഫ്രം ദി സെൽ വാൾ ആൻഡ് ഹാസ് ബിക്കം ഓൾമോസ്റ്റ് സ്ഫെറിക്കൽ ഈസ് കോൾഡ് എവിഡൻറ്റ് പ്ലാസ്മോലൈസിസ്. നമുക്കറിയാം ആ ഒരു സെൽ വാളാണ് സ്ട്രക്ചർ കൊടുക്കുന്നത് സെല്ലിന്. സോ ഈ പ്ലാസ്മ മെംബ്രെയിന് കംപ്ലീറ്റ് ആയിട്ട് സെൽ വാളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്താൽ അത് സ്ഫെറിക്കൽ ഷേപ്പായിട്ട് മാറും. ഓക്കെ, സോ ഇതിനെയാണ് എവിഡൻറ്റ് പ്ലാസ്മോലൈസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കംപ്ലീറ്റ് പ്ലാസ്മോലൈസിസ് എന്ന് പറയുന്നത് ഈ ഫൈനൽ സ്റ്റെപ്പിനെയാണ്. കംപ്ലീറ്റ് പ്ലാസ്മോലൈസിസ് ഓഫൺ കോസസ് ദി അൾട്ടിമേറ്റ് ഡെത്ത് ഓഫ് ദി സെൽ. When a plasmolysed cell is placed in a hypotonic solution, it may regain the turgidity by absorbing water through endosmosis. അതായത് നമ്മളിങ്ങനെ പ്ലാസ്മോലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെല്ലിനെ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ കൊണ്ടുപോയി വെച്ചു. അതായത് അതിനേക്കാൾ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവുള്ള അല്ലെങ്കിൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലുള്ള ഒരു സൊല്യൂഷനിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു സൊല്യൂഷനിലുള്ള വാട്ടർ ഈ ഒരു പ്ലാസ്മോലൈസ്ഡ് ആയിട്ടുള്ള സെല്ലിലോട്ടേക്ക് മൂവ് ചെയ്യും. അങ്ങനെ അവർ എൻഡോസ്മോസിസ്, അതായത് ആ ഒരു സെല്ലിൻ്റെ ഇൻസൈഡ് വാട്ടർ മൂവ്മെൻറ്റുമായി അവർ എഗെയിൻ അവയുടെ ടേർച്ചിഡിറ്റി റീഗെയിൻ ചെയ്യും. Any plant cell is an osmotic system. Living plant cells are true osmotic systems by virtue of the presence of differentially or selectively permeable plasma membrane, semi-permeable tonoplast, water-permeable cell wall, and vacuole sap which has some osmotic potential. നമ്മൾ പറഞ്ഞു പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ദേ ആർ സെലക്റ്റീവ്ലി പെർമിയബിൾ. ദെൻ ടോണോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ വാക്യൂളിൻ്റെ മെംബ്രെയിൻ ആയിരുന്നു, ആൻഡ് ദേ ആർ സെമി പെർമിയബിൾ. ആൻഡ് സെൽ വാൾസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വാട്ടർ പെർമിയബിൾ ആണ്. ഓക്കെ, പ്ലാന്റ് അബ്സോർബ് വാട്ടർ ഫ്രം സോയിൽ ലാർജ്ലി ബൈ ഓസ്മോസിസ്. നമ്മൾ പറഞ്ഞു സോയിൽ സൊല്യൂഷൻ അല്ലെങ്കിൽ സോയിലിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളപ്പം നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിൽ ട്രാൻസ്പിറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രാൻസ്പിറേഷൻ വഴി വാട്ടറിൻ്റെ ലോസ് ആണ് ഉണ്ടാവുന്നത്. സോ
ഒരു പ്ലാന്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അവരുടെ റൂട്ട് സിസ്റ്റത്തിലുള്ള വാട്ടർ പൊട്ടൻഷ്യൽ കുറവായിരിക്കും വെൻ കമ്പയറിങ് വിത്ത് സോയിൽ. സോ നമ്മളെപ്പോഴും പറഞ്ഞു ഈ ഒരു വെള്ളം ഉള്ളിടത്തുനിന്ന് ഇല്ലാത്തടത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പം സോയിൽ നിന്നുള്ള വെള്ളം ഈ ഒരു റൂട്ട് വഴി പ്ലാന്റിലെത്തുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് മോസ്റ്റ്ലി ത്രൂ ഓസ്മോസിസ്. ഓസ്മോസിസ് എന്ന് പറയുന്നത് ദിസ് ഈസ് എ സ്പോണ്ടേനിയസ് പ്രോസസ് സിൻസ് സോയിൽ വാട്ടർ ഈസ് ഹൈപ്പോട്ടോണിക് ആൻഡ് ദ വാക്യൂൾ സാപ്പ് ഓഫ് റൂട്ട് ഹെയർ ഈസ് ഹൈപ്പർട്ടോണിക് ഇൻ റിലേഷൻ ടു ഈച്ച് അതർ. ഓസ്മോസിസ് സ്പോണ്ടേനിയസ് ആയിട്ടാണ് പ്രോസസ്സ് നടക്കുന്നത്. കാരണം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു റൂട്ടിൽ വെള്ളം കുറവാണ്, അവർ ഹൈപ്പർട്ടോണിക് ആണ്. സോയിലിൽ വെള്ളമുണ്ട്, അവർ ഹൈപ്പോട്ടോണിക് ആണ്. സോ വാട്ടർ വിൽ മൂവ് ഫ്രം സോയിൽ ടു the plant. Okay, the spontaneous osmotic entry of water into a living cell causes the cell to swell. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഓസ്മോസിസ് വഴി ഒരു സെല്ലിൻ്റെ ഉള്ളിലോട്ടേക്ക് വാട്ടർ എൻട്രി ചെയ്താൽ ആ ഒരു സെല്ല് എന്താവും, സ്വെല്ല് ചെയ്യാൻ തുടങ്ങും, അതായത് വീർക്കാൻ തുടങ്ങും. ആ സെല്ലിലോട്ടേക്ക് ഇങ്ങനെ വാട്ടർ മൂവ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ആ ഒരു സെല്ല് സ്വെല്ല് ചെയ്യാൻ തുടങ്ങും. This is because continuous inflow of water lowers the osmotic potential of the cell and generate an intracellular hydrostatic pressure called turgor pressure. അതായത് ഒരു സെല്ലിൻ്റെ ഉള്ളിലോട്ടേക്ക് വാട്ടർ ഇങ്ങനെ വരുമ്പം അവരുടെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കുറയും. അതായത് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറയുന്നത് കൊണ്ടാണ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കുറയുന്നത്. അവരുടെ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുക ചെയ്യുന്നത് വെള്ളം ഇങ്ങനെ എൻട്രി ചെയ്യുമ്പോൾ. സോ അവയുടെ ഉള്ളിൽ അവരിങ്ങനെ സ്വെല്ല് ചെയ്യുമ്പം അവയുടെ ഉള്ളിലൊരു ഫോഴ്സ്, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ടർഗർ പ്രഷർ എന്ന് പറയുന്നത്. ദീസ് പ്രഷർ ഈസ് അപ്ലൈഡ് ഓൺ ദി സെൽ വാൾ റിസൾട്ടിങ് ഇൻ ദി എൻലാർജ്മെൻറ്റ് ഓഫ് ദി സെല്ല്. അപ്പം ഈ ഒരു സെല്ലിൻ്റെ ഉള്ളിലോട്ടേക്ക് വെള്ളം വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അവർ ഒരു പ്രഷർ, ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എക്സേർട്ട് ചെയ്യും സെൽ വാളിൻ്റെ മേലോട്ടേക്ക്. ആ ഒരു പ്രഷർ കാരണമാണ് സെല്ല് സ്വെല്ല് ചെയ്യാൻ തുടങ്ങുന്നത്. തസ് turgor pressure is an intracellular hydrostatic pressure developed within the cell after the entry of water by endosmosis. Okay. It will be counterbalanced by an equal and opposite pressure exerted by the cell wall. So, ഈ ഒരു പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ഒരു സെല്ലിൻ്റെ പിക്ചറാണ് കാണിക്കുന്നത്. സെല്ലിൻ്റെ ഉള്ളിലോട്ടേക്ക് വാട്ടർ എൻറ്റർ ചെയ്താൽ അവരെന്ത് ചെയ്യും, സെല്ല് വീർക്കണം. സോ അവരൊരു പ്രഷർ സെൽ വാളിൻ്റെ മേലോട്ടേക്ക്, ആ താഴെയുള്ളത് നോക്കിയാൽ മതി, സെൽ വാളിൻ്റെ മേലോട്ടേക്ക് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. അതിൻ്റെ ഫലമായിട്ടാണ് സെല്ല് സ്വെല്ല് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് ടർഗർ പ്രഷർ എന്ന് പറയുന്നത്. എൻഡോസ്മോസിസിൻ്റെ ടൈമിൽ ഇൻറ്റേർണൽ ആയിട്ടുണ്ടാകുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറാണ്. സോ ഇതിനെ കൗണ്ടർ ബാലൻസ് ചെയ്തുകൊണ്ട് സെൽ വാള് തിരിച്ച് ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്രഷർ കൊടുക്കും. അതാണ് വാൾ പ്രഷർ. ഓക്കെ, സോ ടർഗർ പ്രഷറിന് കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽ വാള് കൊടുക്കുന്ന പ്രഷറാണ് വാൾ പ്രഷർ, WP എന്ന് പറയുന്നത്. സോ TP and WP, അതായത് turgor pressure and wall pressure, are equal in magnitude but opposite in direction. WP act against TP and other osmotic forces and prevents the further entry of water and consequent bursting of the cell. നമുക്കറിയാം ഒരു സെല്ലിൻ്റെ ഉള്ളിലോട്ടേക്ക് ഗ്രാജുവലി ഇങ്ങനെ ഓൾവേസ് വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ട് നിന്നാൽ ആ സെല്ല് സ്വെല്ല് ചെയ്ത് ബേസ്റ്റ് ആവും. അതിങ്ങനെ ബേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാൾ പ്രഷർ ഉള്ളത്. അതായത് ഇവരെന്ത് ചെയ്യും, ഈ ഒരു ടർഗർ പ്രഷർ കൂടുന്നതിനനുസരിച്ച് വാൾ പ്രഷറും കൂടും. വൺസ് ഈ വാൾ പ്രഷറും ടർഗർ പ്രഷറും ഈക്വൽ ആയാൽ പിന്നെ ആ ഒരു സെല്ലിൻ്റെ ഉള്ളിലോട്ടേക്ക് വാട്ടർ എൻട്രി ചെയ്യാൻ പറ്റില്ല.